മോർണിംഗ്. സോ ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. സോ ഇന്ന് 18 July 18, 2025. This video is about today. I have uploaded many day in my life. അപ്പോൾ ഇപ്പോഴും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വൈ നോട്ട്, എന്തുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യില്ല? സോ എനിക്കിപ്പോൾ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അല്ലേ. പിന്നെ അടുത്ത റീസൺ ഇസ് എനിക്ക് നാളെ എക്സാം ഉണ്ട്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സാമാണ് നാളെ. ഹാഫ് ഇയർലി എക്സാമാണ്. സോ എന്തായാലും നേരത്തെ എണീക്കണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. എണീറ്റ് ഇപ്പോൾ പല്ല് തേക്കാം. സോ നമുക്ക് ലെറ്റ്സ് ടേക്ക് ആ വ്ലോഗ്. ഞാൻ പിന്നെ എന്നെ തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചായി കോണ്ടാക്ട് കിട്ടുന്നത്, യുനോ. സോ ഞാൻ പല്ല് തേക്കട്ടെ. സോ ഗായ്സ്, ഞാൻ ബ്രഷ് ചെയ്തു. ഇനി വിശക്കുന്നുണ്ട്, കഴിക്കണം. അതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. ഒരു മണി മെസ്സിയായിട്ട് കിടക്കും. സോ കെട്ടി വയ്ക്കാം. പിന്നെ ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്. എനിക്കൊരു ബ്രദറുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മാമ്മയും ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല, ജോലിക്ക് പോയി. സോ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാം? മുടി കെട്ടിട്ട്. അപ്പോൾ അവിടെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ കുറച്ച് നോയ്സ് ഉണ്ടാക്കും. സോ എക്സ്ക്യൂസ് ഇറ്റ്. ഞാനെടുത്ത വീഡിയോ ഒന്ന് നോക്കുമായിരുന്നു, അപ്പോഴാണ് ഈ സാധനം വന്നത്. പെർഫെക്റ്റ്. സോ ഞാനിപ്പോൾ ലോട്ടസ്. ഐ എം ഫാൻ ഓഫ് ലോട്ടസ്. ലോട്ടസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ആൻഡ് ഐ ഹാവ് ദിസ്. ആൻഡ് ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. Better to get rid of pimples is wash your face at least twice with face wash. So guys, ഞാൻ എൻ്റെ ബേസ് സ്കിൻ കെയർ ഇതാണ്. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ചായ തന്നല്ലോ അമ്മാമ്മ. ചായ തന്നു. ആൻഡ് ഓൾസോ ഷീ ബ്രോട്ട് മീ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും മുട്ടക്കറിയാണ്. ഓ മൈ ഗോഡ്, എനിക്കില്ലേ മറ്റേ ഹിക്കപ്പ് വന്നു. അത് ഞാൻ നേരത്തെ സ്കിൻ കെയർ എടുത്തപ്പോഴത്തേക്കും ടടാ. ആൻഡ് എന്താ ഹിക്കപ്പ് വരാൻ കാരണം എന്ന് പറഞ്ഞു തരട്ടെ. നേരത്തെ ഇല്ലേ എൻ്റെ അനിയൻ മാഗി എടുത്തുകൊണ്ട് വന്നു. മുട്ടയൊക്കെ ചിക്കി മാഗി എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പം കൈ കൊണ്ട് എനിക്ക് എടുക്കാൻ മേത്തോണ്ടൊന്ന് വായി വെച്ചിടാൻ പറഞ്ഞു. എനിക്ക് വായി വെച്ചൊന്ന് കഴിച്ചപ്പോൾ ലൈക്ക് വെറും വയറ്റിൽ മാഗി കഴിച്ചുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഹിക്കപ്പ് വന്നത്. ഓ മൈ ഗോഡ്. സോ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകാം? കഴിക്കാൻ പോകാം. കഴിച്ചിട്ടെന്ത് ചെയ്യണം? എനിക്ക് പഠിക്കാനുണ്ട് ഗായ്സ്, പഠിക്കാനുണ്ട്. സോ സാഡ്. സോ ഗായ്സ്, ഞാൻ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? പഠിക്കാനായിട്ട് പോവാം. എനിക്ക് നാളെ AI എക്സാമിനേഷനാണ്. സോ ഞാൻ
ഇന്നലെ ഇവിടെ ബുക്സൊക്കെ കുറച്ച് പഠിച്ചിട്ട് ഞാൻ പിന്നെ അമ്മ എന്നെ വിളിച്ച് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ നിൻ്റെ കമ്മൽ കണ്ടോ, അപ്പം ഇത്രയും ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് ഫാൻസി വാങ്ങാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അത് വാങ്ങാനായിട്ട് പോയി. വാങ്ങി ഞാൻ വേറെ എന്തൊക്കെയാണ് ഞാൻ വാങ്ങി കൂട്ടിയത്. അതും വാങ്ങി. അപ്പം ഞാൻ ഇന്നലെ പോയപ്പോഴത്തേക്കും ഇതും കൂടി വാങ്ങി. എന്തിനാണ് മറ്റേ റൈറ്റിംഗ് പാഡും നോട്ടീസ് ബുക്ക് എന്ന് പറയും, ലൈക്ക് റഫായിട്ട് എഴുതി പഠിക്കാനായിട്ട്. സോ ഞാൻ 2 എണ്ണം വാങ്ങി. അതിൽ ഒന്നെടുത്ത് നമുക്ക് പഠിക്കാം. കംഫർട്ടബിൾ ബെഡിൽ ഇരുന്ന് പഠിക്കാനാണ്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടേബിൾ ഇപ്പോൾ മെസ്സാണ്. എവറി ടൈം എൻ്റെ ടേബിൾ മെസ്സായിട്ടായിരിക്കും കിടക്കുക. അതാണ് ഞാൻ കംഫർട്ടബിൾ ബെഡിൽ ഇരുന്ന് പഠിക്കാൻ. അല്ലെങ്കിൽ ഞാൻ എല്ലാം കുളവാക്കും. ഇത് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. AI ടെക്സ്റ്റ് ഇത് കവർ ചെയ്യണം, ബട്ട് എനിക്ക് കവർ ചെയ്യാൻ തോന്നില്ല ബിക്കോസ് ഓഫ് ദിസ്. കണ്ടോ ഇതിൻ്റെ ഒരു ഷൈനി തിങ്, അതൊന്നും കാണാതെ AI ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഭംഗി കളയാൻ വയ്യാൻ തോന്നി. വിത്തസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഇൻ മൈ 12th grade is my AI. സെക്കൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. AI നോട്ട് ബുക്ക്. ഞാൻ നോട്ട്സൊക്കെ എഴുതുമ്പോൾ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഐ മീൻ ഹെഡിങ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരമാവധി ഞാൻ നോട്ട്സൊക്കെ ക്ലീനാക്കി എഴുതാൻ നോക്കും. ബട്ട് എപ്പോഴും അതൊന്നും പറ്റത്തില്ല. ബട്ട് എന്നാലും പരമാവധി ഞാൻ നോക്കും. ഐ ലവ് ടു സീ എവറിത്തിങ് ബ്യൂട്ടി. സോ ഞാൻ എന്ത് ചെയ്യുക, ഇനി ഒരു പെട്ടെന്ന് ചടപടയെന്ന് പോർഷൻസൊക്കെ കവറപ്പ് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഞാൻ കുറച്ച് പഠിച്ചു. ഇനി ഞാൻ പാലും ബിസ്ക്കറ്റും കഴിക്കാൻ പോവാം. സോ ഗൈസ്, ഞാൻ ചോറ് കഴിച്ചു. അമ്മാമ്മ എനിക്ക് ചോറ് വാരി തന്നു. സോ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, ബാക്കി പഠിക്കാൻ പോവാണ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ വന്നപ്പോൾ കുറേ നേരം ഞാൻ വെറുതെ ഇരുന്നു. അല്ലാതെ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയും പഠിക്കണം. പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴൊന്നും എണീക്കത്തില്ല ഞാൻ. എന്തായാലും പഠിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ കറണ്ട് പോയി, ഫോണിൽ ചാർജ് ഇല്ല. സോ ഞാനിവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക. ഫോണൊക്കെ എടുത്ത് അടച്ച് വെച്ച് പഠിക്കാൻ പോവാം. എന്നിട്ട് ഉറക്കം വരുവാണെങ്കിൽ ഞങ്ങൾ ഉറങ്ങും. സോ നെക്സ്റ്റ് എന്താണോ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ കാണാം. ബുക്സിൽ നിന്നൊന്ന് മാറി തന്നിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാമായിരുന്നു. നീ ഇങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നു. ഇത് കൊള്ളാലേ, ചവറൊക്കെ വരുമ്പോൾ തൂക്കം എടുക്കല്ലേ ഇങ്ങനെ. സോറി മിസ്റ്റർ. സോ ഞാനിപ്പം മെയിൽ കഴുകാമെന്ന് വിചാരിച്ചു. തല നനയ്ക്കുന്നില്ല, മെയിൽ കഴുകും. എന്നിട്ട് ബാക്കി നോക്കാം.
സോ ഗായ്സ്, ഞാൻ ചായ കുടിച്ചു. ഇനി നൈറ്റ് സ്റ്റഡി ടൈം. സോ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു എന്തുവാ ഒരു ക്രാഫ്റ്റും കൂടി ചെയ്യാമെന്ന്. സോ ഐ ട്രൈ ടു ഡു എ ക്രാഫ്റ്റ്. സോ ചെയ്യുവാണെങ്കിൽ അതും കൂടി നമുക്ക് വീഡിയോ ആക്കാം. ലൈക്ക് ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്നില്ല, ജസ്റ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും പഠിക്കുമ്പോൾ എന്തായാലും കുറേ നേരം ഗ്ലൂ ഒക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. സോ അതാകുമ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ, പതിയെ പതിയെ കംപ്ലീറ്റ് ആക്കാം. ഇത് കണ്ടോ, ലൈക്ക് മിറർ വിത്ത് ഷെൽസ്. അതേപോലെ എൻ്റെ എന്തുവാ ഒരു മിറർ ഉണ്ട്, ലുക്ക് മിറർ. ഈ മിററിനെയും കൂടി നമുക്ക് ഇതേപോലെ ഷെൽസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുമോ നോക്കാം. ലൈക്ക് ഐ ഹാവ് ഷെൽസ്. ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്തതാണ്. സോ ഇതും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. സോ ഞാനിപ്പോൾ പഠിക്കുന്നതിനെ കൂടെ ഞാൻ ഇത് ചെയ്യും. സോ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, സോ ഇറ്റ്സ് ദ ടൈം ടു എൻഡ് ദിസ് വ്ലോഗ്. സോ ഞാൻ പിടിച്ചു കഴിഞ്ഞു. ബെഡൊക്കെ ക്ലീനാക്കി. ആൻഡ് എൻ്റെ മിറർ ക്രാഫ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. സോ ഈ മിററിൻ്റെ സാധനമില്ലേ, ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ആഡപ്പ് ചെയ്യാതിരിക്കാം. സോ എന്തുകൊണ്ട് ഞാൻ ഈ ടൈമില്ലാത്ത ടൈമിൽ ഇത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിൽ അതവിടെ ഇരിക്കുക. സോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം, എന്തെങ്കിലും ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റീവ് തിങ്ങും കൂടി ആകുമല്ലോ എൻ്റെ വ്ളോഗിൻ്റെ അകത്തോട്ട്. സോ ഐ ജസ്റ്റ് മെയ്ഡ് ഇറ്റ്. അത് ഞാൻ അധികം ചെയ്തിട്ടില്ല. ഇനിയും ഫിനിഷ് ചെയ്യാനുള്ളത് ജസ്റ്റ് അത് ആക്കി വെച്ചെന്നേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു വാച്ച്ഡ് ഇറ്റ് ടിൽ ഹിയർ, then subscribe ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ comment whether you like this video or not. ആൻഡ് ഓൾസോ എന്തെങ്കിലും any other suggestions, ഞാൻ എന്തെങ്കിലും ഇനി കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് കൂടി പറയണം. ആൻഡ് so ഇനിയും വീഡിയോസ് I try my best to make. So see you in next video. Bye.